ഇപ്പം ഞാൻ നിൽക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിൻ്റെ എക്സിക്യൂട്ടീവ് ക്യാപിറ്റലായിട്ടുള്ള വിശാഖപട്ടണത്താണ് നിൽക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നും കുറച്ചധികം ട്രെയിനുകൾ വിശാഖപട്ടണത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്ന കാഴ്ചകളൊക്കെ ഞാൻ കുറച്ച് കാര്യങ്ങളായിട്ട് പറയാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ ഇങ്ങോട്ടേക്ക് വരുന്ന വഴിക്ക് ട്രെയിനിലിരുന്ന് കണ്ട ഗോദാവരി നദിയാണ്. നല്ല വീതിയുള്ള നദിയാണ്. ആ നദിക്ക് കുറുകെയുള്ള പാലത്തിലൂടെയുള്ള ട്രെയിൻ യാത്ര ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാര്യം ഒരുപാട് നീളത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു രാമേശ്വരം അവിടെ പോയിട്ട് ആ ഒരു പാലത്തിലൂടെ പോയതിന് ശേഷം ഇത്രയും ദൂരം ട്രെയിനിൽ ഒരു ജലത്തിന് മുകളിലൂടെ ഉള്ളൊരു പാലം ഞാൻ ഇവിടെയാണ് അനുഭവിക്കുന്നത്. നദി ഇങ്ങനെ ശക്തമായിട്ട് കലങ്ങി ഒഴുകിയാണ് പോകുന്നത്. അങ്ങനത്തെ ഒരു കാഴ്ചയെല്ലാം നല്ല ഭംഗിയായിരുന്നു അത് കാണാൻ. പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കൃഷിയിടങ്ങളെല്ലാമാണ്. കൃഷിയിടങ്ങൾ ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ. എങ്ങോട്ട് നോക്കിയാലും കൃഷിയിടങ്ങളാണ്. കൃഷിയിടങ്ങളിൽ ആടിനെ മേയ്ക്കാനൊക്കെ കൊണ്ടുവരുന്നതെല്ലാം കാണാമായിരുന്നു. കൂട്ടത്തോടെ ആടിനെ മേയ്ക്കാൻ കൊണ്ടുവരുന്നത് നമുക്കിങ്ങനെ വരുന്ന വഴിക്കെല്ലാം കാണാം. ട്രെയിൻ ഒരു സ്ഥലത്ത് പിടിച്ചിട്ടപ്പോൾ അങ്ങനത്തെ ഒരു കാഴ്ച കണ്ടായിരുന്നു. അത് നല്ലൊരു അനുഭവമായിരുന്നു. അങ്ങനെ വേറെ പല കാര്യങ്ങൾ കണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഒന്നും കിട്ടുന്നില്ല. പിന്നെ ഞാനിവിടെ ട്രെയിനിൽ വന്ന് ഇറങ്ങിയതിന് ശേഷം ഇവിടെ റിട്ടയറിംഗ് റൂം ഉണ്ടായിരുന്നു. അവിടെയാണ് തങ്ങിയത്. AC റൂമാണ്. 24 മണിക്കൂർ തങ്ങുന്നതിന് 350 രൂപയാണ് ചാർജ്. അത് നമ്മുടെ ട്രെയിനിൻ്റെ PNR നമ്പർ അവിടെ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ബുക്ക് ചെയ്ത് വന്ന ആ ഒരു സ്ലീപ്പർ ബുക്ക് ചെയ്ത് വന്നതിൻ്റെ ആ ഒരു PNR നമ്പർ ഇവിടെ പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോഴാണ് നമുക്ക് ഈ ഒരു റിട്ടയറിംഗ് റൂം കിട്ടുന്നത്. 350 രൂപയ്ക്ക് ഡോർമെട്രിയാണ്. ഡോർമെട്രി ആണെങ്കിലും ഒരു ക്യൂബിക്കലാണ് കേട്ടോ. റൂം ക്യൂബിക്കലാണ്. അതുകൊണ്ട് നമുക്ക് പ്രൈവസി എല്ലാം ഉണ്ട്. പക്ഷേ ഡോറൊന്നുമില്ല, കർട്ടൻ മാത്രമേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല, 350 രൂപയ്ക്ക് ധാരാളം. അങ്ങനെ ഞാൻ അവിടെ ബാഗെല്ലാം വെച്ചിട്ട് പുറത്തേക്ക് വന്നിരിക്കുവാണ്. ഈ ബാഗ് അല്ലാതെ വേറൊരു ബാഗും കൂടെ ഉണ്ടായിരുന്നു. ആ ബാഗ് അവിടെ വെച്ചിട്ട് പുറത്തേക്ക് വന്നിരിക്കുവാണ്. പിന്നെ ഇവിടെ രാമകൃഷ്ണ ബീച്ച് എന്ന് പറഞ്ഞൊരു ബീച്ചുണ്ട്. അവിടെ അന്തർവാഹിനിയുണ്ട്. ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ്. അങ്ങനെ ഈ ഒരു അന്തർവാഹിനിയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സമയം ഞായറാഴ്ച ദിവസങ്ങളിൽ മാത്രം. ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും പിന്നെ ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ രാത്രി 8:30 വരെയും ഉണ്ട്. ഞായറാഴ്ച മാത്രം. അല്ലാത്ത ദിവസങ്ങളാണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 8:30 വരെ ഉള്ളൂ. അപ്പോഴെന്തായാലും ഇന്നത്തെ ദിവസം ഞായറാഴ്ചയാണ്. രാവിലത്തെ സമയം കഴിഞ്ഞു. ഇപ്പം സമയം വൈകുന്നേരം 5 മണി ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു അന്തർവാഹിനിയെല്ലാം പോയി കാണാം. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അന്തർവാഹിനി കാണാൻ പോകുന്നത്. പിന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, ഞാൻ വിചാരിച്ചു ചെന്നൈയിലാണ് ഏറ്റവും ചൂട് കൂടിയ സ്ഥലമെന്ന്. പക്ഷേ എന്ന് വെച്ചാൽ ഞാൻ പോയതിൽ പക്ഷേ ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ. ചെന്നൈ ഒന്നും ഇതിന് മുന്നിൽ ഒന്നുമല്ല. ഭയങ്കര ചൂട്. ഞാനിങ്ങനെ നടന്നു വന്നപ്പോൾ ഇവിടെ ആയിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. റെയിൽവേ ക്വാർട്ടേഴ്സ്. റെയിൽവേ സ്റ്റേഷൻ അടുത്തല്ലേ, അതുകൊണ്ട് റെയിൽവേ ക്വാർട്ടേഴ്സ് എല്ലാം ഇവിടെ അടുത്തായിട്ട് വരും. ഇതൊരു സിഗ്നലാണ്. റോഡെല്ലാം അടിപൊളി റോഡാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ല നീറ്റാണ്. അങ്ങോട്ടായിട്ട് വലിയൊരു കയറ്റമൊക്കെ കാണുന്നുണ്ട്. എന്തായാലും ഞാനിങ്ങനെ ഫുട്പാത്തിലൂടെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്നും ഒരു റാപ്പിഡോ വിളിച്ച് പോകാമെന്നാണ് വിചാരിക്കുന്നത്. റാപ്പിഡോയിൽ ബൈക്ക് ബുക്ക് ചെയ്ത് പോവാം. ഇവിടെ നിന്നും 4 കിലോമീറ്ററാണ് ആ ഒരു അന്തർവാഹിനി, അതായത് സബ്മറൈൻ അതുള്ളത്. ആ ബീച്ചിൻ്റെ പേര് രാമകൃഷ്ണ ബീച്ച്, RK ബീച്ച്. അപ്പോഴെന്തായാലും നമുക്ക് ആ ഒരു രാമകൃഷ്ണ ബീച്ചിലേക്ക് റാപ്പിഡോ വിളിച്ച് പോവാം. എന്തായാലും നടക്കുന്നത് ഇപ്പോൾ ഈ സ്ഥലത്തേക്ക് ഇങ്ങോട്ടേക്ക് തണലുള്ളത് കൊണ്ടേ വലിയ ക്ഷീണമില്ല കേട്ടോ. അതോ കാഴ്ചകളൊക്കെ കണ്ടെങ്കിൽ നടക്കാനോ? നടന്ന് കുഴയുമ്പോൾ റാപ്പിഡോ വിളിച്ചാലോ? എന്തോ വേണം, പൈസ കളയുന്നതിൻ്റെ ഒന്നുമല്ല. എന്തായാലും ഇതുവഴിയിലൂടെ ഇങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട്. അതുകൊണ്ട് നമുക്ക് കാഴ്ചകളൊക്കെ കണ്ട് പയ്യെ നടക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ നടന്ന് കുഴയുമ്പോൾ റാപ്പിഡോ വിളിക്കുന്നതല്ലേ നല്ലത്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് റാപ്പിഡോ വിളിക്കാം. വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ പഴയ ഒരു സ്റ്റീം എഞ്ചിനാണോ കൽക്കരി എഞ്ചിനാണോ ഏതോ ഒരു എഞ്ചിൻ അവിടെ ഫ്രണ്ടിൽ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫ്ലൈറ്റ് പോകുന്ന ശബ്ദം കേൾക്കാം. ഫ്ലൈറ്റ് നല്ല താന്നാണ് പോകുന്നത് കേട്ടോ. ഇവിടെ അടുത്ത് എവിടെയോ എയർപോർട്ടുണ്ട്. അപ്പോഴങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്കിങ്ങനെ കാണാൻ സാധിക്കും. പിന്നെ വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ്. നല്ല നീളത്തിൽ കോറിഡോറെല്ലാം ഉള്ളൊരു, അതായത് കോളേജിൻ്റെ വരാന്തയുണ്ടല്ലോ, അതേപോലെ നീളത്തിൽ കോറിഡോറൊക്കെ ഉള്ളൊരു റെയിൽവേ സ്റ്റേഷനാണ് വിശാഖപട്ടണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇവിടെ ഭയങ്കരമായിട്ടുള്ള ഓരോരോ യോഗാസനങ്ങളെല്ലാം വരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. കാര്യം പറഞ്ഞു വന്നപ്പോൾ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഓരോരോ ഇതാകണ്ടല്ലേ, ഉത്തനാസന എന്ന് പറഞ്ഞ സംഭവമാണിത്. അങ്ങനെ പലതരം ആസനകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. എങ്ങോട്ടേക്കോ പോകുന്ന സ്ഥലങ്ങളെല്ലാം ഇവിടെ കിലോമീറ്റർ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ടേക്കൊന്നും അല്ല പോകേണ്ടത്. നമുക്ക് പോകേണ്ടത് RK ബീച്ച്. അങ്ങനെ ഞാൻ ഒരു കയറ്റം കാണിച്ചില്ലായിരുന്നോ? അങ്ങനെ ആ ഒരു കയറ്റത്തിന് താഴെ, അതായത് ഒരു ഫ്ലൈ ഓവറാണിത്. ആ ഫ്ലൈ ഓവറിന് താഴെ എത്തിയിരിക്കുവാണ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നിന്നേ റാപ്പിഡോ വിളിക്കാം.
അതായിരിക്കും നല്ലത്. അങ്ങനെ ഞാൻ ഈ ഒരു ഫ്ലൈ ഓവറിന് താഴെ നിന്നിട്ട് റാപ്പിഡോ ബുക്ക് ചെയ്തിരിക്കുവാണ്. ഇവിടെ നിന്നും ആ ഒരു RK ബീച്ച് വരെ പോകുന്നതിന് 40 രൂപയാണ് ചാർജ്. എന്തായാലും ബൈക്ക് വരട്ടെ. ബൈക്കിൽ വരുന്ന ആൾ 1 കിലോമീറ്ററിനകത്ത് ഉണ്ടെന്നാണ് അറിഞ്ഞത്. എന്തായാലും വരട്ടെ. അങ്ങനെ എന്നെ പിക്ക് ചെയ്തിരിക്കുവാണ് റാപ്പിഡോ. അങ്ങനെ നമ്മൾ ബ്രിഡ്ജിനടിയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുവാണ്, ഫ്ലൈ ഓവറിനടിയിലൂടെ ആ ഒരു ലൊക്കേഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുവാണ്. എന്തായാലും ഈ ഒരു വഴിയിലൂടെയുള്ള യാത്ര മനോഹരമാണ്. നോക്കിയാൽ വലിയ വലിയ ബിൽഡിങ്ങുകളും എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാൻ നല്ലൊരു ഫീലുണ്ട്. അതെ, ഇവിടെ റിലയൻസിൻ്റെ സ്മാർട്ട് ബസാറെല്ലാം ഉണ്ടല്ലേ. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുറച്ച് വന്നാൽ മതി. അപ്പോഴേ ഇവിടെ ആയിട്ടൊരു സിനിമാ തിയേറ്റർ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഈ കാണുന്നത് ഒരു സിനിമാ തിയേറ്റർ ആയിരിക്കണം. സംഘം, ശരത്, അങ്ങനെ 2 സ്ക്രീനാണുള്ളത്. ഈ കാണുന്നത് അൾട്രാ ഡീലക്സ് ബസ്സാണ് കേട്ടോ, ആന്ധ്രയുടെ. നമ്മൾ സിഗ്നലിൽ കിടക്കുവാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നോ എങ്ങോട്ട് നോക്കിയാലും ഫ്ലൈറ്റ് കാണാമെന്ന്? ഇതാ കണ്ടില്ലേ ഫ്ലൈറ്റ് മുകളിലായിട്ട് പോകുന്നത്. എങ്ങോട്ട് നോക്കിയാലൊന്നല്ല, മിക്കവാറും ഫ്ലൈറ്റിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ സാധിക്കും. അങ്ങനെ നമ്മൾ ബീച്ച് എത്താറായിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ വലിയൊരു ഇറക്കം ഇറങ്ങി താഴേക്ക് പോകുന്നതാണ് ബീച്ച്. അതൊരു മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. നല്ലൊരു ഇറക്കം, അതിറങ്ങി ചെല്ലുമ്പോൾ ബീച്ച്. കന്യാകുമാരിയിൽ ഏകദേശം ഇതേപോലെയാണ്, പക്ഷേ കന്യാകുമാരിയിലേക്കാൾ വലിയ ഇറക്കമാണ് കേട്ടോ ഇത്. കുറച്ചും കൂടെ കുത്തനെ ഉള്ളൊരു ഇറക്കമാണ് ഈ ഇറങ്ങി ചെല്ലുന്നത്. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ളൊരു ബീച്ചാണ് ഈ ബീച്ച്. ഇന്ദിരാഗാന്ധി ചിൽഡ്രൻസ് പാർക്കാണ് ഫ്രണ്ടിലായിട്ട് കാണുന്നത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഭയങ്കര തിരക്കാണ് കേട്ടോ, ഒരു രക്ഷയില്ലാത്ത തിരക്കാണ്. സബ്മറൈൻ്റെ അടുത്തേക്കൊന്നും അടുക്കാൻ പോലും പറ്റില്ലെന്നാണ് തോന്നുന്നത്. നോക്കേ, പാർക്കിങ് നോക്കേ, ഫുള്ളാണ്, ഒരു രക്ഷയില്ലാത്ത ജനം. ഇതെവിടെയായിട്ട് കണ്ടില്ലേ, കുട്ടികൾക്ക് കളിക്കാനും പിന്നെ മുതിർന്നവർക്ക് റെസ്റ്റ് എടുക്കാനുമായിട്ടുള്ള സ്ഥലങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. ബെഞ്ചും അതേപോലത്തെ കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. എന്തായാലും ബീച്ചും പരിസരവും എല്ലാം നല്ല വൃത്തിയായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇതെവിടെയായിട്ട് നോക്കേ, കുറേ തെങ്ങുകൾ കൂട്ടത്തോടെ ഇങ്ങനെ വെച്ച് പിടിപ്പിച്ചിരിക്കുവാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഇത് കൊള്ളാം. അതിനിടയിലെല്ലാം വിനോദസഞ്ചാരികൾ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ സബ്മറൈൻ്റെ അടുത്ത് വന്നിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ ഈ നിർത്തിയിട്ടിരിക്കുന്നത്, ഈ കാണുന്നതാണ് അന്തർവാഹിനി. ഇതിനകത്തേക്ക് കയറുന്ന ക്യൂവോ കാര്യങ്ങളൊക്കെ എവിടെയാണെന്ന് അറിയാൻ വയ്യ. ഇനി പ്രവേശനമില്ല, അങ്ങോട്ടൊന്നും ആരെയും കാണുന്നില്ലല്ലോ. അതാണ്ട് ഇവിടെയാണ് മ്യൂസിയം, കുർസുറ സബ്മറൈൻ. ഇവിടെയായിട്ട് ബോർഡെല്ലാം വെച്ചിട്ടുണ്ട്, കുർസുറ സബ്മറൈൻ. നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി ഒരുപാട് പണിയെടുത്തിട്ടുള്ള ഒരു സബ്മറൈനാണിത്. അങ്ങനെ ഞാൻ സബ്മറൈൻ്റെ അടുത്ത് ഇറങ്ങിയിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെങ്ങുകൾ ഇവിടെയും ഉണ്ട്. എന്തായാലും ബീച്ച് തന്നെ ഒരുപാടുണ്ട് കേട്ടോ, ഒരുപാട് ദൂരമായിട്ട് ബീച്ചുണ്ട്. ഇങ്ങനെ ഓരോരോ ബീച്ചുകൾക്കും ഓരോരോ പേരുമുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു സബ്മറൈനകത്തേക്ക് കയറാം, അന്തർവാഹിനി, അതിനകത്തേക്ക് കയറാം. ഇതെവിടെയായിട്ട് കണ്ടില്ലേ ഒരാൾ പ്രതിമ പോലെ നിൽക്കുന്നത്, അനങ്ങാതെ നിൽക്കുവാണ്. ആൾക്കാരെല്ലാം അതിനടുത്ത് പൈസ ഇട്ടിട്ട് പോകുന്നുണ്ട്. എന്തായാലും കൊള്ളാം അല്ലേ. ഇതേപോലെ ഞാൻ ബാംഗ്ലൂരും കണ്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിന് അടുത്തേക്ക് നടന്നപ്പോഴത് എവിടെയായിട്ട് കുടിവെള്ളം എല്ലാം വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. എന്തായാലും കൊള്ളാം. അങ്ങനെ ഈ കാണുന്നതാണ് സബ്മറൈൻ. നല്ല വലിപ്പമാണ് കേട്ടോ. ഇത്രയും വെള്ളത്തിനടി മുങ്ങി നിൽക്കുന്നതെന്ന് ആലോചിച്ച് നോക്കേ. അപ്പോൾ എന്തുമാത്രം ആഴമുള്ള സ്ഥലത്തൂടെ ആയിരിക്കും ഇത് പോകുന്നത്. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് മാത്രം കയറുന്നതിന് 70 രൂപയാണ്. അതായത് ഇതിനകത്തേക്ക് മാത്രം കയറുന്നതിന് 70 രൂപയും 3 സ്ഥലത്തേക്ക് പോകുന്നതിന് 140 രൂപയാണ്. ഇൻ്റഗ്രേറ്റഡ് 3 ലൊക്കേഷൻസ്, 3 സ്ഥലങ്ങളിൽ കയറാം. അത് 2 സ്ഥലങ്ങൾ ഈ റോഡ് ക്രോസ് ചെയ്യുന്നതിന് പുറത്തായിട്ടാണെന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഇതിനകത്തേക്ക് കയറിയതിന് ശേഷം അങ്ങോട്ടേക്കെല്ലാം പോവാം. 140 രൂപ എൻട്രൻസ് ഫീയും 50 രൂപ മൊബൈൽ ക്യാമറയ്ക്കും. അങ്ങനെ ടോട്ടൽ 190 രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു കുർസുറ മ്യൂസിയം സ്ഥാപിച്ചത് എങ്ങനെയാണെന്നെല്ലാം കാണിച്ചിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഒരുപാട് പണിപ്പെട്ടാണ് ഇവരിത് ചെയ്തിരിക്കുന്നത്. കരയിലേക്ക് കൊണ്ടുവന്നു, അങ്ങനെ താഴെ പ്ലാറ്റ്ഫോം എല്ലാം ചെയ്തിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുവാണ്. ഇതാ കണ്ടില്ലേ, ഇതേപോലെ വലിച്ചു കയറ്റുന്നത് ഏകദേശം ഞാൻ കണ്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് സബ്മറൈനൊന്നുമല്ല, ഈ ഇടയ്ക്ക് കപ്പലിൽ നിന്നും കുറേ കണ്ടെയ്നറുകൾ മിസ്സായിരുന്നല്ലോ. അങ്ങനെ ആ കണ്ടെയ്നറുകളെല്ലാം കരയിലേക്ക് വലിച്ചു കയറ്റുന്നതെല്ലാം ഞാൻ കണ്ടായിരുന്നു. അപ്പോഴതേപോലത്തെ കുറേ പ്രയത്നങ്ങളാണ് ഇതിനും പിന്നിൽ. എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം. സബ്മറൈൻ്റെ തൊട്ടടുത്ത് വന്നിരിക്കുവാണ്. നോക്കേ എന്തുമാത്രം ഹൈറ്റാണെന്ന്. ആൾക്കാരുടെ ഹൈറ്റും ആ ഒരു സബ്മറൈൻ്റെ ഹൈറ്റും നമ്മൾ നോക്കേ. ഇതെവിടെയായിട്ടൊരു ഡാമേജ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചോക്ക് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്.
ഞാൻ അകത്തേക്ക് കയറാൻ വേണ്ടി പോയപ്പോഴേതാ ഇവിടെ പുറത്തായിട്ടൊരു സംഗതി ഇരിക്കുന്നത് കണ്ടില്ലേ? ഇത് ടോർപെഡോ എന്ന് പറഞ്ഞാൽ അവിടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കണം അതിൻ്റെ പ്രൊനൗൺസിയേഷൻ. ഇതേപോലെ 22 ലോഡ് ചെയ്തിട്ടാണ് ഇത് പോകുന്നത്, ഈ സബ്മറൈൻ പോകുന്നതേ. ഇങ്ങനത്തെ ടൈപ്പ് സംഗതികളെല്ലാം വെച്ചിട്ടാണ് ശത്രുക്കളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിനകത്തേക്ക് കയറാം. ഭയങ്കര കട്ടിയാണല്ലോ. മീനുകളെല്ലാം വന്ന് ഉമ്മ വെച്ചിട്ട് പോകുന്ന സ്ഥലമായിരിക്കും അല്ലേ? എന്തായാലും അകത്തേക്ക് കയറാം. നല്ല തണുപ്പ്, AC ആണ് കേട്ടോ അത്. ഇവിടെയായിട്ടെല്ലാം ഓരോരോ ഉദ്യോഗസ്ഥരെല്ലാം നിൽക്കുന്നതായിട്ട് ഡമ്മി വെച്ചിട്ടുണ്ട്. അവരുടെ യൂണിഫോം എല്ലാം ഇതാണ്. നോക്കി കംപ്ലീറ്റ് ആയിട്ടും വയറിങ് വർക്കുകളെല്ലാമാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊക്കെ എങ്ങനെ ആയിരിക്കും അല്ലേ? അതും വെള്ളത്തിനടിയിൽ. ഓരോരോ കാര്യങ്ങളെല്ലാം ഇവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ഇതാ കണ്ടില്ലേ, ഇവിടെ ആയിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മൾ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ടിക്കറ്റ് എടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിന് അനുവദനീയമല്ല. ഇതാ നമ്മൾ പുറത്ത് കണ്ടില്ലായിരുന്നോ, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അങ്ങനെ എന്തോ ഒരു പേരായിരുന്നല്ലോ. അപ്പോൾ അതേപോലത്തെ സംഗതികളാണെന്ന് തോന്നുന്നു അകത്തിരിക്കുന്നത്. എന്തായാലും കൊള്ളാമല്ലേ? എല്ലാവരും അത്ഭുതത്തോടെ ആശ്ചര്യത്തോടെ നോക്കി നടക്കുവാണ് ഓരോരോ കാര്യങ്ങളും. എങ്ങോട്ട് നോക്കിയാലും എന്താ കണ്ടില്ലേ, ഓരോരോ ചെറിയ ചെറിയ സ്റ്റിയറിംഗ് പോലത്തെ ഓരോരോ കാര്യങ്ങൾ കാണാം. എന്തൊക്കെയാണോ സംഗതികൾ. നടന്നു പോകുമ്പോൾ ഇനി കുനിഞ്ഞൊക്കെ വേണം പോകാൻ. ഇതെവിടെയായിട്ടെല്ലാം കണ്ടില്ലേ, വാഷ് സ്പേസ്. അങ്ങനെ ഓരോരോ സ്പേസുകളും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇതെവിടെ ക്യാപ്റ്റൻ ഇരിക്കുന്ന സ്ഥലമാണ്. ഇതെവിടെ വേറൊരാളിരിപ്പുണ്ട്. ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദ അതർ ഷിപ്സ്. ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാലേ, വേറെ ഷിപ്പിൻ്റെ എല്ലാം ഡയറക്ഷൻ എല്ലാം നോക്കുന്നത് ഇതുവഴിയാണ്. ഇതെവിടെയായിട്ട് നോക്കിയേ, കിടക്കുന്ന സ്ഥലം വളരെ കൺജസ്റ്റഡ് ആണ് കേട്ടോ, ഞെരുങ്ങിയ സ്ഥലമാണ്. ഇതെവിടെയും കാണുന്നുണ്ട് ഒരു റൂം, വളരെ ചെറിയ റൂമാണ്, അറിയാമല്ലോ. ഇതെവിടെയായിട്ട് ഫുഡ് കഴിക്കുന്ന സ്ഥലമാണ്. ഇതാ നോക്കേ, ഇവിടെ ഇതൊക്കെ ഇങ്ങനെ തുറന്നിട്ട് പോകുന്ന കണ്ടിട്ടില്ലേ ഇംഗ്ലീഷ് സിനിമയിലെല്ലാം, അതുപോലത്തെ ഓരോരോ കാര്യങ്ങളാണ്. ഇതെവിടെയും ഒരു ചെറിയൊരു ഡോർമെട്രി ഉണ്ട്. ഇതിങ്ങനെ ഓരോരോ ഡമ്മി വെച്ചിരിക്കുമ്പോഴേ നമ്മൾ വിചാരിക്കും അവിടെ ആരെങ്കിലും നിൽക്കുവാണെന്ന്. ഇതെവിടെയായിട്ട് നോക്കേ, ടോയ്ലറ്റിനകം കണ്ടില്ലേ, വല്ലാത്ത സംഭവം തന്നെ അല്ലേ? ഇതെവിടെ എല്ലാമായിട്ട് ഓരോരോ സ്പീഡോമീറ്റർ പോലത്തെ ഓരോരോ സംഗതികളെല്ലാം കാണുന്നുണ്ട്. അങ്ങനത്തെ പലതരം കാര്യങ്ങളുണ്ട് കേട്ടോ. അതാ നോക്കേ, സ്റ്റിയറിംഗ് പോലത്തെ ഓരോരോ വളയങ്ങൾ കുറേ ഉണ്ട് ഇവിടെ. ഇതൊക്കെ ഏതൊക്കെ വളയമായിരിക്കും? ഇതെല്ലാം ഒരു കളറുമാണ് കണ്ടില്ലേ. ഏത് വളയമാണ് ഇതിരിക്കേണ്ടത്? ചുവപ്പാണോ നീലയാണോ അങ്ങനെയൊന്നും ചോദിക്കാൻ പറ്റില്ലല്ലോ, എല്ലാം ചുവപ്പ് തന്നെയാണ്. അങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴും ഇതാ കണ്ടില്ലേ, കുനിഞ്ഞു വേണം പോകാൻ. ഇതുവഴിയെല്ലാം താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഏണിയെല്ലാം വെച്ചിട്ടുണ്ട്. റേഡിയോ റിസീവർ. ഇതുവഴി റേഡിയേഷൻ മൂലമൊക്കെ ആയിരിക്കും ഓരോന്നും ദിശകളെല്ലാം കണ്ടുപിടിക്കുന്നത് ആയിരിക്കാം. ഇതങ്ങനെ നമ്മൾ നടന്നു വന്നപ്പോഴും വീണ്ടും ഒരു ചെറിയൊരു ഡോർമെട്രി കാണാം. കണ്ടില്ലേ, വാട്ടർ പ്രൂഫ് സ്യൂട്ട് അതെല്ലാം ഇട്ടിട്ട് ഒരു ഡമ്മി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് കിച്ചണാണ്, സബ്മറൈനിലെ കിച്ചൺ. ഇഡ്ഡലിയൊക്കെ വെച്ചിരിക്കുന്നതൊക്കെ ഇതൊക്കെ ആയിരിക്കും ശരിക്കും ഇതിനകത്തുള്ള ഫുഡ്. അപ്പോൾ ഇഡ്ഡലി നമ്മൾ വിചാരിച്ച ആളല്ല. ഇതാ കണ്ടില്ലേ, ഇവിടെ എല്ലാം കംപ്ലീറ്റ് ഇതാ. ഇതിനൊക്കെ എന്തൊക്കെ പേര് പറഞ്ഞ് വിളിക്കണം? ആഫ്റ്റർ കംപ്രസർ, SFF, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷ് സിനിമകളിൽ ഇതെല്ലാം നിയന്ത്രണം തെറ്റുമ്പോൾ അങ്ങനെ ഒരു സൗണ്ട് കേൾക്കുമല്ലോ, അങ്ങനത്തെ സൗണ്ടൊക്കെ കേൾക്കില്ലേ? അങ്ങനത്തെ സംഭവമൊക്കെയാണ്. കമ്പാർട്ട്മെൻറ്റ് 5. എങ്ങോട്ട് നോക്കിയാലും കുറേ സംഗതികൾ, ഒന്നും മനസ്സിലാവാത്ത സംഗതികൾ. അതുകൊണ്ട് എന്തോ നോക്കി എന്തോ പറയണമെന്നൊരു പിടുത്തമില്ല. കമ്പാർട്ട്മെൻറ്റ് 6. അങ്ങനെ ഓരോരോ കമ്പാർട്ട്മെൻറ്റുകളുണ്ട് കേട്ടോ. എങ്ങനെ കയറി ഇങ്ങനെ വരണം? എങ്ങനെ വേണേലും വരാം. ഫുൾ യന്ത്രങ്ങൾ മാത്രമുള്ളൊരു ഷിപ്പ്. ഇത് നമ്മൾ വീണ്ടും കുറച്ചും കൂടെ മുന്നിലേക്ക് വന്നപ്പോൾ ഇവിടെയും ഒരു വാഷ് സ്പേസ് ഉണ്ട്. ഇപ്പുറത്തായിട്ട് ടോയ്ലറ്റും വേറൊരു ഓപ്പൺ ഡോർമെട്രി. നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ട സ്ഥലം എത്തിയെന്ന് തോന്നുന്നു കേട്ടോ.
ഇവിടം വരെയാണ് ഉള്ളത്. ഇതിന് താഴേക്കും ഉണ്ട്, പക്ഷേ നമുക്ക് അങ്ങോട്ടേക്കൊന്നും പ്രവേശനമില്ല. അതെല്ലാം ഗ്രില്ലിട്ട് മൂടിയിരിക്കുവാണ്. യെസ്, അങ്ങനെ നമ്മൾ അകത്തെ മനോഹരമായിട്ടുള്ള, മനോഹരമെന്ന് പറയാമോ, അകത്തെ യാന്ത്രികമായിട്ടുള്ള കാഴ്ചകൾ കണ്ട് പുറത്തേക്ക് വന്നിരിക്കുവാണ്. ദൂരെയായിട്ട് കണ്ടില്ലേ ഒരു കപ്പൽ കുറേ ചരക്കുകളുമായിട്ട് വരുവാണ്. ഇവിടെ ആയിട്ടാണ് ബാക്ക് സൈഡ് വരുന്നത്. കണ്ടില്ലേ, കണ്ടില്ലേ, ഇവിടെയൊക്കെ ആയിട്ടാണ് കറങ്ങുന്ന ആ ഒരു സംഗതികളുള്ളത്. ഇത് കറങ്ങുമ്പോൾ ഫ്രണ്ടിലേക്ക് മൂവ് ആവും. കുറേ ബാക്കിലേക്ക് പോയെങ്കിലേ നമുക്ക് ആ ഒരു ഫുൾ വ്യൂ കിട്ടുള്ളൂ. എന്തായാലും ഒരു രക്ഷയില്ലാത്ത എക്സ്പീരിയൻസ് കേട്ടോ. ഇവിടെ ആയിട്ട് അത്യാവശ്യം സ്നാക്സ് എല്ലാം വാങ്ങാൻ പറ്റിയ ചെറിയൊരു സ്റ്റാളെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ഈ കാണുന്ന സബ്മറൈനിൽ നിന്നും ഇപ്പുറത്ത് കാണുന്ന എയർക്രാഫ്റ്റ് മ്യൂസിയത്തിലേക്ക് പോവുകയാണ്. എന്തായാലും നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. അതിൻ്റെ എൻട്രൻസ് എവിടെയാണെന്ന് നോക്കണം. യെസ്, അങ്ങനെ ഞാൻ അടുത്ത സ്ഥലത്തേക്ക് വന്നിരിക്കുവാണ്. ഇവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അത്യാവശ്യം തിരക്കുണ്ട്. ഞാൻ ഓൾറെഡി ടിക്കറ്റ് എടുത്തിരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഞാൻ അകത്തേക്ക് കയറിയിരിക്കുവാണ്. ഇനി വീണ്ടും അകത്തേക്ക് കയറണം. കണ്ടില്ല, ഇവിടെ എൻട്രി എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് ചെറിയ ചെറിയ ഓരോ സ്ട്രക്ചറുകളെല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോരോ വർഷങ്ങളും ഡീറ്റെയിൽസും എല്ലാം കാണിച്ചിട്ടുണ്ട്. ഇവിടെയായിട്ട് നമുക്ക് എയർക്രാഫ്റ്റിൻ്റെ പൈലറ്റ് ഇരിക്കുന്ന സ്ഥലം, പൈലറ്റ് സ്റ്റേഷൻ അങ്ങനെയാണ് അതിനെ പറയുന്നത്. ബ്ലാക്ക് ബോക്സ്, ന്യൂസിലെല്ലാം കേട്ടിട്ടതേ ഉള്ളൂ ബ്ലാക്ക് ബോക്സ് എന്ന്. ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത്. അപ്പോഴും ബ്ലാക്ക് ബോക്സിൻ്റെ കളർ ഓറഞ്ച്. ബ്ലാക്ക് ബോക്സ് എന്ന് പേരാണെങ്കിലേ, ബോക്സ് എന്ന് പേരാണെങ്കിൽ പോലും ഒരു ബോക്സിൻ്റെ ഷേപ്പല്ല, റൗണ്ട് ഷേപ്പാണ്. കണ്ടില്ലേ? പിന്നെ നമ്മൾ സാധാരണ എക്സിബിഷനിലെല്ലാം കാണുന്ന ടൈപ്പ് ഓരോരോ പരിപാടികളും ഇവിടെ ചെയ്തിട്ടുണ്ട്. പൈലറ്റിൻ്റെ യൂണിഫോമാണിത്. ഒബ്സർവറിൻ്റെ യൂണിഫോം, ഫ്ലൈറ്റ് എഞ്ചിനീയർ, അങ്ങനെ എല്ലാവരുടെയും ഓരോരോ ഡമ്മി വെച്ച് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഫ്ലൈറ്റ്, എങ്ങനെയാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്? സിഗ്നലർ, ഫ്ലൈറ്റ് സിഗ്നലർ. അങ്ങനെ ഓരോരോ സോണുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. എക്യുപ്മെൻറ്റ് സോൺ, സോണോ ബോയ്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണെന്നൊരു പിടുത്തമില്ല. ഗൈഡിനെ ഒന്നും കാണുന്നില്ല. പ്രൊപ്പല്ലർ ഹബ്, കണ്ടില്ലേ ഫ്രണ്ടിൽ ഇതായിരിക്കുന്ന ഈ ഒരു ഫാൻ പോലത്തെ സംഗതിയിൽ ഒരെണ്ണമാണ് ഈ വെച്ചിരിക്കുന്നത്. എൻജിൻ, ഫ്ലൈറ്റിൻ്റെ എൻജിനാണ്. നോക്കേ, ഇത്രയും വലിയ എൻജിനാണ്, ഇത്രയും ഭാരമുള്ള എൻജിനാണ് ആകാശത്തൂടെ പറന്നു പോകുന്നത്. പാരച്യൂട്ടെല്ലാം വെച്ചിരിക്കുന്നത് കണ്ടില്ലേ, പെട്ടെന്ന് എമർജൻസി സിറ്റുവേഷനിൽ എടുത്ത് അണിഞ്ഞിട്ട് ചാടുക. ഫ്ലൈറ്റിൻ്റെ ടയർ നോക്കേ, ഇത് വലിയ ടയറാണല്ലോ. ഏകദേശം ഒരു 4.5 അടി 5 അടി പൊക്കമുണ്ട് കേട്ടോ. ഇത് പക്ഷേ അത്ര വലിപ്പമില്ല. ഇതൊരു ബസ്സിൻ്റെ ടയറിനേക്കാൾ കുറച്ചും കൂടെ വലിയ ടയർ. എന്ന് വെച്ചാൽ വലിയ ടയർ തന്നെയാണ്, എന്നാൽ ഇരിക്കുന്ന അതിൻ്റെ അത്രയും വലിപ്പം ഇതിനില്ല. ഇവിടെയായിട്ട് ഓരോരോ ബുള്ളറ്റുകളെല്ലാം കാണിച്ചിട്ടുണ്ട്. ബുള്ളറ്റ്സ് ഫോർ ടൈൽ ഗൺ 23 mm. ഈ എമർജൻസി ഫുഡ് കണ്ടില്ലേ, എമർജൻസി ഫുഡ്, നമുക്കറിയാവുന്ന എമർജൻസി ഫുഡ് മാഗിയാണ്, 5 മിനിറ്റ് കൊണ്ട് റെഡിയാവും. പക്ഷേ ഇതല്ല, ഇത് വേറെ. വാട്ടർ പ്രൂഫ് മാച്ച് ബോക്സ്, വെള്ളത്തിലും കത്തും കേട്ടോ. ഫസ്റ്റ് എയ്ഡ് കിറ്റ്, അത്യാവശ്യ ഘട്ടങ്ങളിൽ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഗുളികകൾ. ഇതവിടെ ഫിഷിംഗ് ഐറ്റംസ് ഒക്കെ ഉണ്ട് കണ്ടില്ലേ, ഫിഷിംഗ് ഹുക്സ്. അതെന്തായിരിക്കും സംഭവം? അത് എന്തിനായിരിക്കും സംഭവം? ഇവർക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കുമോ? വലിയൊരു മിസൈലിൻ്റെ പേരാണ് APR-2E മിസൈൽ. ഒരു 10 അടി നീളം കാണും. അടുത്തത് വാർ സോൺ, യുദ്ധത്തിൻ്റെ ഏരിയയാണ്. അങ്ങനെ നമ്മൾ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുവാണ്. ഈ ഒരു സ്റ്റെപ്പ് വഴി മുകളിലേക്ക് പോകുമ്പോൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്ന ആ ഒരു ഫ്ലൈറ്റിന് നല്ലൊരു വ്യൂ ആയിട്ട് കാണാം. എന്തായാലും നമുക്ക് മുകളിലേക്ക് കയറാം. കണ്ടില്ലേ, അങ്ങനെ നമ്മൾ ആ ഒരു ഫ്ലൈറ്റിന് സൈഡിലായിട്ട് നിൽക്കുവാണ്. ഈ ഒരു ലീഫിൽ ഒരു കിളി വന്നിരിക്കുന്നതൊക്കെ. എന്തായാലും നമുക്ക് ഇതുവഴിയിലൂടെ നടന്ന് ഇതിനകത്തേക്ക് കയറാൻ പറ്റും കേട്ടോ. നമുക്ക് ഉള്ളിലേക്ക് പോകാം. നേരത്തെ കണ്ട ആ ഒരു സബ്മറൈൻ അകത്തേക്ക് കയറിയതുപോലെ നമുക്ക് ഇതിനകത്തേക്കും കയറാം. അങ്ങനെ നമ്മൾ അകത്തേക്കെല്ലാം കയറിയിട്ട് പുറത്തേക്ക് വന്നു. ഇതിനുള്ളിലേക്ക് ക്യാമറ അലൗഡ് അല്ല കേട്ടോ. എന്ന് വെച്ചാൽ ഇതിനകം കാണാൻ നമ്മൾ നേരത്തെ കയറിയ സബ്മറൈൻ ഉണ്ടല്ലോ, ഏകദേശം അതേപോലെ തന്നെയാണ് ഇതിനകവും ഉള്ളത്. കുറേ വയറിങ്ങും അങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഒന്നും മനസ്സിലാവില്ല. അപ്പോഴെന്തായാലും നമ്മൾ അകത്തേക്ക് കയറിയിട്ട് പുറത്തേക്ക് വന്നിരിക്കുവാണ്. എല്ലാവരും ഇവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തുകൊണ്ട് നിൽക്കുവാണ്. എയർക്രാഫ്റ്റിൽ നിന്നും പുറത്തേക്ക് വരുമ്പോഴേതാകണ്ടില്ല, ഇവിടെ ആയിട്ട് VR ഗെയിം സോൺ ഉണ്ട്. ഫ്രീ എൻട്രി ആണ്. ഇവിടെയൊക്കെ ആയിട്ട് ആൾക്കാർ അത് ആസ്വദിക്കുന്നുണ്ട്. ഇവിടെയായിട്ട് ഒരു നോട്ടീസ് ഒട്ടിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ
നമ്മളിപ്പോൾ കയറിയ ആ ഒരു എൻട്രൻസ് ടിക്കറ്റ് ഉണ്ടല്ലോ, ആ ടിക്കറ്റ് എടുത്തവർക്ക് മാത്രമാണ് ഇതിനകത്തേക്ക് പ്രവേശനം ഫ്രീ. അതായത് പ്രവേശനം മാത്രമേ ഉള്ളൂ ഫ്രീ. ഈ റൈഡുകളിലെല്ലാം കയറുന്നതിന് സെപ്പറേറ്റ് പൈസ കൊടുക്കണം. 150 രൂപ, 200 രൂപ, അങ്ങനെ പല പല വിലയാണ്. അങ്ങനെ നമ്മൾ എയർക്രാഫ്റ്റ് മ്യൂസിയത്തിൽ നിന്നും സീ ഹാരിയർ മ്യൂസിയം അങ്ങോട്ടേക്ക് വന്നിരിക്കുവാണ്. നല്ല മനോഹരമായിട്ടുള്ളൊരു ബിൽഡിംഗ് ആണ്. എന്തായാലും നമുക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കാം. ഇതാണ് അവസാനത്തെ ലൊക്കേഷൻ. ഇതാ കണ്ടില്ലേ, സീ ഹാരിയർ മ്യൂസിയം. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറി വരുമ്പോൾ ഇവിടെയായിട്ട് കണ്ടില്ലേ ഒരു ഹാരിയർ. ഈ ഒരു മാതൃകയിലാണ് ഈ യുദ്ധവിമാനം നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഈ ഒരു ഇരപിടിയൻ പക്ഷി, ഇതിൻ്റെ ആ ഒരു സ്വഭാവം ഈ ഒരു ഫ്ലൈറ്റിനും ഈ ഒരു യുദ്ധവിമാനത്തിനും ഉണ്ട്. അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോൾ പല പല സംഗതികൾ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട്. പക്ഷേ എല്ലാം ഒന്നും നമുക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. കാര്യം നമ്മൾ കുറേ എല്ലാം എക്സിബിഷനെല്ലാം കാണുന്നത് പോലെ എന്താ പറയുന്നത്, കുറേയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. തെർമോക്കോൾ പോലത്തെ ഓരോരോ വർക്കുകളിലും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനേക്കാൾ ഇതേപോലത്തെ ഒറിജിനൽ യന്ത്രങ്ങളെല്ലാം കാണുന്നതാണ് ഭംഗി. ഫ്ലൈറ്റിൻ്റെ ഓരോരോ യന്ത്രങ്ങളൊക്കെയാണ്. എന്തായാലും കൊള്ളാം അല്ലേ? ഇതൊക്കെ ഇങ്ങനെ വരുമ്പോഴല്ലേ കാണാൻ പറ്റൂ. സാധാരണ വണ്ടിയുടെ യന്ത്രങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു വർക്ക്ഷോപ്പിൽ പോയാൽ അവിടെ ചെന്നാൽ കാണാൻ സാധിക്കും. പക്ഷേ ഇതേപോലത്തെ സംഗതികളെല്ലാം കാണണമെങ്കിൽ ഇങ്ങനത്തെ ഇതുപോലുള്ള എക്സിബിഷനിൽ വന്നേ സാധിക്കുള്ളൂ. അങ്ങനെ നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴേ ഇതാ കണ്ടില്ലേ, ഇങ്ങനെ റൗണ്ട് ചെയ്താണ് മുകളിലേക്ക് നടന്ന് കയറി വരുന്നത്. ഇത് എവിടെയായിട്ട് നോക്കേ, ഒരു ഫ്ലൈറ്റ്, ഒരു യുദ്ധവിമാനം ഹാങ് ചെയ്തിട്ടിരിക്കുവാണ്. അതെന്തായാലും കൊള്ളാം അല്ലേ? ശരിക്കും അത് പറന്നു പോകുന്നത് പോലെ തന്നെ തോന്നുന്നുണ്ട്. പലതരം ടയറുകൾ വെച്ചിരിക്കുന്നത്. നമ്മുടെ ബൈക്കിലും കാറിലും ഉള്ളതുപോലത്തെ വളഞ്ഞു പുളഞ്ഞ അങ്ങനത്തെ ഒരു ഗ്രിപ്പല്ല, ഇത് നേരെയുള്ള ഗ്രിപ്പാണ്. സ്ട്രെയിറ്റ് ലൈനാണ്, കണ്ടില്ലേ? ചില ബൈക്കുകളിലെല്ലാം ഇതേപോലത്തെ ബൈക്കിൻ്റെ ടയറിൽ ഈ സ്ട്രെയിറ്റ് ലൈനുണ്ട്, കാറുകളിലൊന്നുമില്ല. ഇത് ഏകദേശം ഒരു ജീപ്പിൻ്റെ ടയറിനേക്കാൾ കുറച്ചും കൂടെ വലിയൊരു ടയറാണ്. ഈ കാണുന്നത് ഒരു ഓട്ടോറിക്ഷയുടെ ടയറിൻ്റെ ആ ഒരു വലിപ്പം കാണുമായിരിക്കാം. അങ്ങനെ ഞാൻ ഇന്ന് കുറച്ച് സ്ഥലങ്ങളിൽ പോയി. അതായത് ആ ഒരു സബ്മറൈനും പിന്നെ വേറൊരു എയർക്രാഫ്റ്റ് മ്യൂസിയവും പിന്നെ വേറൊരു സംഭവത്തിൽ കയറിയെന്ന് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പോൾ ഇങ്ങനത്തെ 3 സ്ഥലങ്ങളിൽ കയറിയായിരുന്നു. സത്യത്തിൽ ഈ 3 സ്ഥലങ്ങളിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു സബ്മറൈനാണ് കേട്ടോ. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾ വിശാഖപട്ടണത്ത് വരുവാണെന്നുണ്ടെങ്കിൽ സബ്മറൈൻ ഒരിക്കലും മിസ് ചെയ്യരുത്. നമ്മളത് കണ്ടിരിക്കേണ്ട കാര്യമാണ്. നമ്മൾ ഇംഗ്ലീഷ് സിനിമകളിൽ മാത്രമല്ല ഈ ഒരു സംഗതി കണ്ടിട്ടുള്ളൂ, ഞാനങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ അതിനകത്തേക്കെല്ലാം നമുക്ക് കയറി കാണാൻ പറ്റുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പോഴെന്തായാലും ഈ ഒരു എത്രയായിരുന്നു ടിക്കറ്റ് ചാർജ്? ഇതിൽ ഒരെണ്ണത്തിൽ മാത്രമായിട്ട് കയറുന്നതിന് 70 രൂപയാണ് കേട്ടോ. 3നും കൂടെ കയറുന്നതിന് 140 രൂപയാണ്. പക്ഷേ നമ്മൾ 140 രൂപ കൊടുത്താലും ഒരു നഷ്ടവുമില്ല, നല്ലതുപോലെ നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. പിന്നെ ഇവിടെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു ബീച്ചും പരിസരമായിട്ട് ചുറ്റിപ്പറ്റി വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ എല്ലാം പോകാൻ ഇനിയിപ്പം നാളെയും സമയമുണ്ടല്ലോ. ഇപ്പോൾ സമയം വൈകുന്നേരം 7:45 ആയിട്ടുണ്ട്. ഇനി ഞാൻ വിചാരിക്കുന്നത് ഇവിടെ നിന്നും റാപ്പിഡോ വിളിച്ചിട്ട് റൂമിലേക്ക് പോവുക, റെസ്റ്റ് എടുക്കുക, എന്തെങ്കിലും വാങ്ങി കഴിക്കുക, എന്നിട്ട് കിടന്നുറങ്ങുക. അതാണ് ഇന്നത്തെ എൻ്റെ പരിപാടി. അപ്പോഴെന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്കിനി നാളെ വേറൊരു വീഡിയോയിൽ കാണാം. നാളെ ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് അറക്ക് വാലി എന്നൊക്കെ പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 100 കിലോമീറ്റർ ഉണ്ടെന്നാണ് തോന്നുന്നത്. ട്രെയിനുണ്ട്, വിശാഖപട്ടണത്ത് നിന്ന് പോകാൻ വേണ്ടിയിട്ട് ട്രെയിനുണ്ട്. അപ്പോൾ ആ ട്രെയിനിൽ കയറി പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോഴെന്തായാലും നാളെ രാവിലെ 6:45 ആ ട്രെയിൻ. ഞാൻ അതിൽ സെക്കൻഡ് സീറ്റർ ബുക്ക് ചെയ്തിട്ടുണ്ട്. 45 രൂപയാണ് ടിക്കറ്റ് ചാർജ്. രാവിലെ 6:45 എഴുന്നേക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രെയിനിൽ പോകാം, ഇല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാലും പോവാം. അപ്പോഴതാണ് നാളത്തെ എൻ്റെ പരിപാടി. അപ്പോഴെന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.